മലയാളികൾക്കിടയിൽ മാത്രമല്ല മറുഭാഷാ സിനിമാ പ്രേമികൾക്കിടയിലും ഏറെ ചർച്ചയാവുകയാണ് മോഹൻലാൽ ചിത്രം എമ്പുരാൻ. ഇന്നലെ അർദ്ധരാത്രിയോടെ എത്തിയ ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനകം തന്നെ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെയിലർ കണ്ട് പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് ബാഹുബലി സംവിധായകനായ SS രാജമൗലി. ട്രെയിലർ കണ്ടിട്ട് ഒരു ബ്ലോക്ക് ബസ്റ്ററിന്റെ വരവാണെന്നാണ് തനിക്ക് തോന്നുന്നതെന്നാണ് എമ്പുരാന്റെ ട്രെയിലർ അതിന്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് മുതൽ പ്രത്യേകം ശ്രദ്ധിച്ചു. മോഹൻലാൽ സാറിന്റെ സ്ക്രീൻ പ്രസൻസ് കാന്തിക ശക്തിയുള്ള ഒന്നാണ്. വമ്പൻ സ്കെയിൽ, ഗംഭീര ആക്ഷൻ. ഇത് ഇപ്പോൾ തന്നെ വമ്പൻ വിജയ ചിത്രമായി തോന്നുന്നുവെന്നും രാജമൗലി കുറിച്ചു. പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും ടാഗ് ചെയ്തുകൊണ്ടാണ് രാജമൗലി എക്സിൽ കുറിച്ചത്. മാർച്ച് 27 റിലീസാകുന്ന ചിത്രത്തിന് വിജയാശംസകളും അദ്ദേഹം നേർന്നിട്ടുണ്ട്. ഒപ്പം ട്രെയിലറിന്റെ ലിങ്കും പങ്കുവച്ചിട്ടുണ്ട്. RRRനു ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മഹേഷ് ബാബുവാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ഈ ചിത്രത്തിന്റെ ഒഡീഷ ഷെഡ്യൂളിൽ പങ്കെടുത്തതിനു ശേഷമാണ് പൃഥ്വിരാജ് എമ്പുരാൻ പ്രൊമോഷണൽ പരിപാടികളിലെത്തിയിരിക്കുന്നത്. 2023 ഒക്ടോബർ 5 ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എമ്പുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, UK, UAE, ചെന്നൈ, മുംബൈ, ഗുജറാത്ത്, ലഡാക്ക്, കേരളം, ഹൈദരാബാദ്, ഷിംല, ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ചിത്രീകരിച്ചത്. പൂർണ്ണമായും അനാമോർഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ 3ാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാകും ഒരുക്കുകയെന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു. 3 ഭാഗങ്ങളിലായി കഥ പറയുന്ന ഒരു സിനിമാ സീരീസിന്റെ 2ാം ഭാഗമായാണ് എമ്പുരാൻ എത്തുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.